മുഖ്യമന്ത്രിയുടെയും ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെയും AI നിർമ്മിത ഫോട്ടോ പ്രചരിപ്പിച്ചതിന് എൻ സുബ്രഹ്മണ്യനെ പോലീസ് ഉടൻ കസ്റ്റഡിയിലെടുക്കും. ഇംതിയാസ് കരീം ചേരുന്നു വിശദവിവരങ്ങളുമായി. ഇംതിയാസ്, ഗുഡ് മോർണിംഗ്. ഉടൻ തന്നെ പോലീസ് കസ്റ്റഡിയിലെടുക്കുമെന്നാണ് പറയുന്നത്. പക്ഷേ സുബ്രഹ്മണ്യൻ നേരത്തെയും ഉറച്ചു നിന്നിരുന്നു, മാതൃഭൂമി ന്യൂസിനോട് പങ്കുവയ്ക്കുകയും ചെയ്തിരുന്നു ഇത് AI ചിത്രങ്ങളല്ല എന്നും അതുപോലെ തന്നെ വീഡിയോ ദൃശ്യങ്ങളുടെ സ്ക്രീൻഷോട്ടുകളാണ് എന്നും പറഞ്ഞിരുന്നു. മൂത്തി, കുരുവട്ടൂരിലെ കോഴിക്കോട് കുരുവട്ടൂരിലെ എൻ സുബ്രഹ്മണ്യന്റെ വീട്ടിൽ ഇപ്പോൾ ചേവായൂർ പോലീസ് എത്തിയിട്ടുണ്ട്. ഉടൻ തന്നെ എൻ സുബ്രഹ്മണ്യനെ കസ്റ്റഡിയിലെടുക്കുമെന്നാണ് അറിയുന്നത്. ഇപ്പോൾ സുബ്രഹ്മണ്യനെ വിളിക്കുന്ന സമയത്ത് അറിയാൻ സാധിച്ചത് അദ്ദേഹം വീട്ടിൽ രാവിലെ ഫ്രഷ് ആവുന്നതുമായി ബന്ധപ്പെട്ട തിരക്കിലാണുള്ളത്. അത് കഴിഞ്ഞ് പോലീസ് ഉടൻ തന്നെ കസ്റ്റഡിയിലെടുക്കും, ചോദ്യം ചെയ്യലടക്കമുള്ള നടപടികളിലേക്ക് കടക്കുമെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. നേരത്തെ മൂത്തി സൂചിപ്പിച്ചതുപോലെ തന്നെ എൻ സുബ്രഹ്മണ്യൻ KPCC രാഷ്ട്രീയകാര്യ സമിതി അംഗമാണ്. ഉണ്ണികൃഷ്ണൻ പോറ്റിയും ശബരിമല സ്വർണ്ണ കൊള്ളക്കേസിലെ മുഖ്യപ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയും മുഖ്യമന്ത്രി നിൽക്കുന്ന ഫോട്ടോ, ആ ഫോട്ടോ AI നിർമ്മിതമാണെന്ന് പറയുന്ന സമയത്ത് പോലും അതല്ല, അത് കൃത്യമായി അങ്ങനെയുള്ള ഫോട്ടോ തന്നെയാണ്, AI നിർമ്മിതമല്ല എന്ന വാദത്തിൽ ഉറച്ചു നിൽക്കുകയായിരുന്നു എൻ സുബ്രഹ്മണ്യൻ. അതിൽ തന്നെ ചേവായൂർ പോലീസ് ഇതിൽ എടുത്തിരിക്കുന്ന വകുപ്പ് എന്ന് പറയുന്നത് കലാപാഹ്വാനത്തിന്, മനഃപൂർവ്വം കലാപാഹ്വാനത്തിന് ശ്രമിക്കുന്നു എന്ന വകുപ്പ് ചേർത്താണ് കേസും എടുത്തിരിക്കുന്നത്. ഇന്നലെ അതുമായി ബന്ധപ്പെട്ട ചർച്ചകളൊക്കെ വലിയ തോതിൽ നടക്കുകയും ചെയ്തിരുന്നു. പാർട്ടി സെക്രട്ടറി അടക്കം MV ഗോവിന്ദൻ അടക്കം അതിനെ തള്ളുകയും അങ്ങനെ അത് AI നിർമ്മിതമാണ് എന്ന രീതിയിൽ പാർട്ടി സെക്രട്ടറി അടക്കം അതിനെ തള്ളുകയും ചെയ്തിരുന്നു. സത്യം പുറത്തു വരുമെന്നൊക്കെ പറഞ്ഞിരുന്നു. എന്നാൽ ആ ഘട്ടത്തിലാണ്, ഇങ്ങനെയൊക്കെ നിൽക്കുമ്പോഴാണ് ഇപ്പോൾ ചേവായൂർ പോലീസ് ഇതിൽ കേസെടുത്ത് എൻ സുബ്രഹ്മണ്യനെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യുന്ന നടപടികളിലേക്ക് കടക്കാനിരിക്കുന്നത്. ഇന്ന് രാവിലെ തന്നെ ചേവായൂർ പോലീസിലെ ഒരു സംഘം ഇദ്ദേഹത്തിന്റെ വീട്ടിൽ, കുരുവട്ടൂരിലെ വീട്ടിൽ എത്തിയിട്ടുണ്ട്. ഉടനെ തന്നെ കസ്റ്റഡിയിലെടുക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത്. ശരി ഇംതിയാസ്.